ശാന്തി 2-3-26 പ്രഭാത മുരളി ബാബ് ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ഓർമ്മയിൽ ഇരുന്ന് മറ്റുള്ളവരെ ഓർമ്മയുടെ അഭ്യാസം ചെയ്യിക്കൂ. യോഗം ചെയ്യിക്കുന്നവരുടെ ബുദ്ധിയോഗം അവിടെയും ഇവിടെയും അലയുവാൻ പാടില്ല. ചോദ്യം: ഏത് കുട്ടികളുടെ മേൽ വളരെ വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അവർ തീർച്ചയായും ഏതൊന്നിൽ ശ്രദ്ധ നൽകേണ്ടതാണ്? ഉത്തരം: ഏത് കുട്ടികളാണോ നിമിത്ത ടീച്ചറായി മറ്റുള്ളവരെ യോഗം ചെയ്യിക്കുന്നത്, അവരിൽ വളരെ വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അഥവാ യോഗം ചെയ്യിക്കുന്ന സമയത്ത് ബുദ്ധി പുറത്ത് അലയുന്നുവെങ്കിൽ സർവീസിന് പകരം ഡിസ്സർവീസ് ചെയ്യുകയാണ്. അതിനാൽ എന്നിലൂടെ പുണ്യത്തിൻ്റെ കാര്യമാണോ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ശ്രദ്ധ വയ്ക്കണം. ഗീതം: ഓം നമഃ ശിവായ. ഓം ശാന്തി. ബാബ എല്ലാ കുട്ടികൾക്കും ആദ്യം ഇവിടെ ഇരുന്നു കൊണ്ട് ലക്ഷ്യത്തിൽ നിലനിൽക്കുന്നതിനു വേണ്ടി ദൃഷ്ടി നൽകുന്നു. എങ്ങനെയാണോ ഞാൻ ശിവ് ബാബയുടെ ഓർമ്മയിലിരിക്കുന്നത്, നിങ്ങളും ശിവ് ബാബയുടെ ഓർമ്മയിലിരിക്കൂ. നിഷ്ഠയിലിരുത്തുന്നതിനു വേണ്ടി, അതായത് യോഗം ചെയ്യിക്കുന്നതിനു വേണ്ടി ആരാണോ മുന്നിലിരിക്കുന്നത്, അവർ മുഴുവൻ സമയവും ശിവ് ബാബയുടെ ഓർമ്മയിലാണോ ഇരിക്കുന്നത് എന്ന ചോദ്യം ഉയരുന്നു. മറ്റുള്ളവർക്കും അതിൻ്റെ ആകർഷണം ഉണ്ടാകണം. ഓർമ്മയിലിരിക്കുന്നതിലൂടെ വളരെയധികം ശാന്തിയിലിരിക്കും. അശരീരിയായി ശിവബാബയുടെ ഓർമ്മയിലിരിക്കുകയാണെങ്കിൽ മറ്റുള്ളവരെയും ശാന്തിയിലേക്ക് കൊണ്ടുപോകും. കാരണം ടീച്ചറായി ഇരിക്കുകയാണല്ലോ. അഥവാ ടീച്ചർ തന്നെ ശരിയായ രീതിയിൽ ഓർമ്മയിലല്ല എങ്കിൽ മറ്റുള്ളവർക്ക് ഇരിക്കുവാൻ സാധിക്കില്ല. ആദ്യം ഇത് ചിന്തിക്കണം: ഞാൻ ആ പ്രിയതമനായ ബാബയുടെ പ്രിയതമയാണ്. ആ ഒന്നിൻ്റെ ഓർമ്മയിൽ ഇരിക്കുകയാണോ? ഓരോരുത്തരും ഇങ്ങനെ സ്വയം തന്നോട് ചോദിക്കൂ. അഥവാ ബുദ്ധി മറ്റു ഭാഗത്തേക്ക് പോവുകയാണ്, ദേഹാഭിമാനത്തിലേക്ക് വരികയാണ് എങ്കിൽ അത് സർവീസ് അല്ല, ഡിസർവീസ് ചെയ്യാൻ ഇരിക്കുന്നത് പോലെയാണ്. ഇത് വിവേകത്തിൻ്റെ കാര്യമാണല്ലോ. സേവനമൊന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുകയാണ് എങ്കിൽ നഷ്ടമായിരിക്കും ഉണ്ടാക്കുന്നത്. ടീച്ചറിൻ്റെ തന്നെ ബുദ്ധിയോഗം അലയുന്നുണ്ടാകും എങ്കിൽ അവർ എന്ത് സഹായം ചെയ്യുവാനാണ്? ആരാണോ ടീച്ചറായി ഇരിക്കുന്നത് അവർ സ്വയം തന്നോട് ചോദിക്കണം: ഞാൻ പുണ്യത്തിൻ്റെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അഥവാ പാപത്തിൻ്റെ കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ ദുർഗതി നേടും, പദവി ഭ്രഷ്ടമായി പോകും. അഥവാ ഇങ്ങനെയുള്ളവരെ ഗദ്ദിയിൽ ഇരുത്തുകയാണെങ്കിൽ നിങ്ങളും റെസ്പോൺസിബിളാണ്. ശിവബാബയാണെങ്കിൽ എല്ലാവരെയും അറിയുന്നുണ്ട്. ഈ ബാബയും സർവരുടെയും അവസ്ഥയെ അറിയുന്നുണ്ട്. ശിവബാബ പറയും, ഇന്നയാൾ ടീച്ചറായിരിക്കുന്നു, ഇവരുടെ ബുദ്ധിയോഗം അലഞ്ഞുകൊണ്ടും ഇരിക്കുന്നു, ഇവർ മറ്റുള്ളവരെ എന്ത് സഹായിക്കും? ബ്രാഹ്മണ കുട്ടികളായ നിങ്ങൾ ശിവബാബയുടേതായി ആ ഒന്നിൽ നിന്നും സമ്പത്ത് നേടുവാൻ നിമിത്തമായിരിക്കുന്നു. ബാബ പറയുന്നു, ഹേ ആത്മാക്കളെ, എന്നെ മാത്രം ഓർമ്മിക്കൂ. ടീച്ചറായി ഇരിക്കുകയാണ് എങ്കിൽ കൂടുതൽ നല്ല രീതിയിൽ ആ അവസ്ഥയിൽ ഇരിക്കൂ. ഏതായാലും ഓരോരുത്തർക്കും ബാബയെ ഓർമ്മിക്കേണ്ടതുണ്ട്. സ്റ്റുഡൻറ്റിന് തൻ്റെ അവസ്ഥയെ മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മൾ പാസ്സാകുമോ അതോ ഇല്ലയോ എന്നറിയുന്നുണ്ട്. ടീച്ചറിനും അറിയാം. അഥവാ പ്രൈവറ്റ് ടീച്ചറിനെ വയ്ക്കുകയാണ് എങ്കിൽ ആ ടീച്ചറിനും അറിയാം. ആ പഠനത്തിൽ പ്രത്യേകിച്ച് ടീച്ചറിനെ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വയ്ക്കാൻ സാധിക്കും. അഥവാ ഇവിടെ ആരെങ്കിലും നമ്മളെ നിഷ്ഠയിൽ, അതായത് യോഗത്തിൽ ഇരുത്തൂ എന്ന് പറയുകയാണെങ്കിൽ ബാബയുടെ ഓർമ്മയിൽ ഇരിക്കേണ്ടതുണ്ട്. ബാബയുടെ ആജ്ഞ തന്നെ എന്നെ മാത്രം ഓർമ്മിക്കൂ എന്നാണ്. നിങ്ങൾ പ്രിയതമകളാണ്. നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും തൻ്റെ പ്രിയതമനെ ഓർമ്മിക്കൂ. സന്യാസിമാർ ബ്രഹ്മത്തെ ഓർമ്മിക്കുന്നു. നമ്മൾ പോയി ബ്രഹ്മത്തിൽ ലയിക്കും എന്ന് മനസ്സിലാക്കുന്നു. ആര് അധികം ഓർമ്മിക്കുന്നുണ്ടാകുമോ
അവരുടെ അവസ്ഥ നല്ലതായിരിക്കും. ഓരോരുത്തരിലും എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടായിരിക്കുമല്ലോ. ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കൂ എന്ന് പറയുന്നു. സ്വയവും ഓർമ്മയിൽ ഇരിക്കേണ്ടതുണ്ട്. ബാബയുടെ അടുത്ത് ചിലർ സത്യത ഉള്ളവരുമുണ്ട്, ചിലർ അസത്യമായവരുമാണ്. സ്വയം നിരന്തരം ഓർമ്മയിലിരിക്കുന്നത് വളരെ പ്രയാസമാണ്. ചിലരാണെങ്കിൽ ബാബയോട് തീർത്തും സത്യത ഉള്ളവരായിരിക്കുന്നു. ഈ ബാബയും, അതായത് ബ്രഹ്മബാബയും തൻ്റെ അനുഭവം കുട്ടികളായി നിങ്ങളോട് പറയുന്നു. അല്പസമയം ഓർമ്മയിലിരിക്കുന്നു, പിന്നെ മറന്നു പോകുന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ മേൽ വളരെയധികം ഭാരമുണ്ട്. എത്ര അനേകം കുട്ടികളുണ്ട്. ഈ മുരളി ശിവ് ആണോ പറഞ്ഞത്, അതോ ബ്രഹ്മാവാണോ പറയുന്നത് എന്നതും കുട്ടികളായ നിങ്ങൾക്ക് അറിയാൻ പോലും കഴിയുന്നില്ല. കാരണം രണ്ടുപേരും ഒരുമിച്ചാണല്ലോ. ഇദ്ദേഹം പറയുന്നു, ഞാനും ശിവ് ബാബയെ ഓർമ്മിക്കുന്നു. ഈ ബാബയും കുട്ടികളെ നിഷ്ഠയിലിരുത്തുന്നു, യോഗത്തിലിരുത്തുന്നു. ഇദ്ദേഹം ഇരിക്കുമ്പോൾ കാണുന്നുണ്ട്, നല്ല നിശബ്ദതയുണ്ടാകുന്നു, വളരെ പേരെ ആകർഷിക്കുന്നു. ബാബയാണല്ലോ പറയുന്നു, കുട്ടികളെ ഓർമ്മയുടെ യാത്രയിലിരിക്കൂ. സ്വയവും ഇരിക്കണം, കേവലം പണ്ഡിതനാകരുത്. ഓർമ്മയിലിരിക്കുന്നില്ല എങ്കിൽ അന്തിമത്തിൽ ഫെയിലായി പോകും. ബാബയുടേതും മമ്മയുടേതും ഉയർന്ന പദവിയാണ്. ബാക്കി ഇപ്പോൾ മാല തയ്യാറായിട്ടില്ല. ഒരു മണി പോലും കംപ്ലീറ്റായി തയ്യാറായിട്ടില്ല. മുൻപ് മാല ഉണ്ടാക്കുമായിരുന്നു കുട്ടികൾക്ക് ലിഫ്റ്റ് നൽകുവാൻ. പക്ഷേ കണ്ടത് മായ വളരെ പേരെ ഇല്ലാതാക്കി എന്നതാണ്. മുഴുവൻ ആധാരവും സർവീസിന്മേലാണ്. നിഷ്ഠയിലിരുത്തുവാനായി ആരാണോ മുന്നിലിരിക്കുന്നത് അവർ മനസ്സിലാക്കണം, ഞാൻ സത്യമായ ടീച്ചർ ആയി ഇരിക്കട്ടെ. ഇല്ലെങ്കിൽ പറയണം, എൻ്റെ ബുദ്ധി അവിടെയും ഇവിടെയും പോകുന്നുണ്ട്, ഞാൻ ഇവിടെ ഇരിക്കാൻ യോഗ്യമല്ല. സ്വയം പറയേണ്ടതാണ്. സ്വയമേ ആരെങ്കിലും വന്നിരിക്കട്ടെ എന്നത് പാടില്ല. ചിലരുണ്ട് മുഖം വഴി മുരളി നടത്തുന്നില്ല, പക്ഷേ ഓർമ്മയിലിരിക്കുന്നു. എന്നാൽ ഇവിടെയാണെങ്കിൽ രണ്ടിലും തീവ്രമായി പോകേണ്ടതാണ്. പ്രിയതമൻ വളരെ ലവ്ലിയാണ്. ആ ഒന്നിനെ വളരെയധികം ഓർമ്മിക്കേണ്ടതാണ്. ഇതിൽ പ്രയത്നമുണ്ട്. ബാക്കി പ്രജകളെ തയ്യാറാക്കുന്നത് സഹജമാണ്. ദാസദാസിമാർ ആകുന്നത് വലിയ കാര്യമല്ല. ജ്ഞാനം എടുക്കുവാൻ സാധിക്കുന്നില്ല. നോക്കൂ, യജ്ഞത്തിൻ്റെ ഭണ്ഡാരി എല്ലാവരെയും വളരെയധികം സന്തോഷിപ്പിക്കുന്നു. ആർക്കും ദുഃഖം കൊടുക്കുന്നില്ല. എല്ലാവരും മഹിമ ചെയ്യുന്നു. ആഹാ, ശിവ് ബാബയുടെ ഭണ്ഡാരി നമ്പർ 1 ആണ്. വളരെയധികം പേരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നു. ബാബയും കുട്ടികളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുവാനാണ് വന്നിരിക്കുന്നത്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, ഈ ചക്രം ബുദ്ധിയിൽ വയ്ക്കൂ. ഇപ്പോൾ ഓരോരുത്തർക്കും തൻ്റെ മംഗളം ചെയ്യണം. എല്ലുമുറിയെ സർവീസ് ചെയ്യണം. അതായത് സർവീസിൽ കഠിനമായി പ്രയത്നിക്കണം. നിങ്ങൾ വളരെയധികം ദയാഹൃദയരാകണം. മനുഷ്യർ മുക്തിക്കും ജീവൻ മുക്തിക്കും വേണ്ടി വളരെയധികം തിക്കും തിരക്കും കൊള്ളുന്നു. ആർക്കും സദ്ഗതിയെക്കുറിച്ച് അറിയുക പോലുമില്ല. എവിടെ നിന്നും വന്നോ അവിടേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. നാടകമാണെന്നും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അതനുസരിച്ച് നടക്കുന്നില്ല. നോക്കൂ, ക്ലാസ്സിൽ ചിലയിടത്തൊക്കെ മുസൽമാനും വരുന്നുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ ദേവീ ദേവതാ ധർമ്മത്തിലേതാണ്, പിന്നെ പോയി നമ്മൾ മുസ്ലിം ധർമ്മത്തിലേക്ക് കൺവേർട്ടായി എന്ന് പറയുന്നു. നമ്മൾ 84 ജന്മങ്ങളെടുത്തു. സിന്ധിലും 5-6 മുസ്ലിംസ് വരുമായിരുന്നു, ഇപ്പോഴും വരുന്നു. ഇപ്പോൾ മുന്നോട്ട് പോകാൻ സാധിക്കുമോ അതെയോ ഇല്ലയോ എന്നത് നോക്കട്ടെ. കാരണം മായയും പരീക്ഷയെടുക്കുന്നു. ചിലരാണെങ്കിൽ ഉറച്ചവരായി നിലനിൽക്കുന്നു, ചിലർക്ക് നിലനിൽക്കുവാൻ സാധിക്കുന്നില്ല. ആര് യഥാർത്ഥമായും ബ്രാഹ്മണ ധർമ്മത്തിലേതായിരിക്കുമോ, ആര് 84 ജന്മങ്ങൾ എടുത്തിട്ടുണ്ടാകുമോ, അവർ ഒരിക്കലും കുലുങ്ങുകയില്ല.
ബാക്കിയുള്ളവർ എന്തെങ്കിലുമൊക്കെ കാരണത്താലോ അകാരണത്താലോ പൊയ്ക്കളയും. ദേഹാഭിമാനവും വളരെയധികം വരുന്നു. കുട്ടികളായ നിങ്ങൾ വളരെ പേരുടെ മംഗളം ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് പദവി നേടുവാനാണ്? വീടും കുടുംബവും ഉപേക്ഷിച്ചു. ബാബയുടെ മേൽ ദയ കാണിക്കുക ഒന്നുമല്ല ചെയ്യുന്നത്, തൻ്റെ മംഗളത്തിന് വേണ്ടിയാണ് ചെയ്തത്. ബാബയുടേതായി കഴിഞ്ഞു, അപ്പോൾ സർവീസും അങ്ങനെയുള്ളത് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്കാണെങ്കിൽ രാജപദവിയുടെ മെഡൽ ലഭിക്കുന്നു. 21 ജന്മത്തേക്ക് സദാ സുഖത്തിൻ്റെ രാജധാനി ലഭിക്കുന്നു. മായയുടെ മേൽ കേവലം ജയം നേടണം. മറ്റുള്ളവരെയും പഠിപ്പിക്കണം. പലരും ഫെയിലായി പോവുകയും ചെയ്യുന്നു. ചക്രവർത്തി പദം നേടുന്നത് പ്രയാസമാണ് എന്ന് മനസ്സിലാക്കുന്നു. ബാബ പറയുന്നു, ഇങ്ങനെ മനസ്സിലാക്കുന്നതും ദൗർബല്യമാണ്. ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കുന്നത് വളരെ സഹജമാണ്. കുട്ടികളിൽ രാജപദം നേടിയെടുക്കുന്ന ധൈര്യം വരുന്നില്ല. അപ്പോൾ ഭീരുക്കളായി ഇരുന്നു പോകുന്നു. സ്വയവും എടുക്കുന്നില്ല, മറ്റുള്ളവരെ എടുക്കാനും അനുവദിക്കുന്നില്ല. അപ്പോൾ പരിണാമം എന്താകും? ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, രാപ്പകൽ സർവീസ് ചെയ്യൂ. കോൺഗ്രസ്സുകാരും പ്രയത്നിച്ചു. എത്ര കഠിന പ്രയത്നം ചെയ്തു. അപ്പോഴാണ് ഫോറിനേഴ്സിൽ നിന്നും രാജ്യം നേടിയത്. നിങ്ങൾക്ക് രാവണനിൽ നിന്നും രാജ്യം നേടേണ്ടതുണ്ട്. അതാണ് സർവരുടെയും ശത്രു. നമ്മൾ രാവണന്റെ മതത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാലാണ് ദുഃഖിതരായിരിക്കുന്നത് എന്നത് ലോകത്തിനറിയില്ല. ആർക്കും തന്നെ സത്യമായ സ്ഥായിയായ മനസ്സിൻ്റെ സുഖം ഇല്ല. ശിവബാബ പറയുന്നു, ഞാൻ കുട്ടികളായ നിങ്ങളെ സദാ സുഖം അനുഭവിക്കുന്നവർ ആക്കുവാൻ വന്നിരിക്കുന്നു. ഇപ്പോൾ ശ്രീമത്ത് അനുസരിച്ച് നടന്ന് ശ്രേഷ്ഠമാകണം. ഭാരതവാസികളായി ആരെല്ലാം ഉണ്ടോ അവർ തങ്ങളുടെ ധർമ്മത്തെ മറന്നുപോയി. യഥാ രാജാറാണി തഥാ പ്രജ. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് വിവേകം ലഭിക്കുന്നു. സൃഷ്ടിയുടെ ചക്രം എങ്ങനെയാണ് തിരിയുന്നത് അതുപോലും അടിക്കടി മറന്നു പോകുന്നു. ബുദ്ധിയിൽ നിലനിൽക്കുന്നതേയില്ല. വളരെ പേർ ബ്രാഹ്മണരാകുന്നുണ്ട്. പക്ഷേ പലരും അപക്വമായത് കാരണം വികാരത്തിലും പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ BK ആണ് എന്ന് പറയുന്നു, പക്ഷേ അല്ല. ബാക്കി ആരാണോ പൂർണ്ണ രീതിയിൽ ഡയറക്ഷൻ അനുസരിച്ച് നടക്കുന്നത്, തനിക്ക് സമാനം ആക്കിക്കൊണ്ടിരിക്കുന്നത്, അവർക്ക് തന്നെയാണ് ഉയർന്ന പദവി നേടുവാൻ സാധിക്കുന്നത്. വിഘ്നവും വരും. അമൃത് കുടിച്ച് പിന്നെ പോയി വിഘ്നമിടുന്നു. ഇങ്ങനെയും പാടപ്പെട്ടിട്ടുണ്ട്. അവരുടെ പദവി എന്താകും? പല പെൺകുട്ടികളും വികാരം കാരണം അടികൊള്ളുന്നു. ബാബ ഈ ദുഃഖം ഒരൽപ്പം സഹിക്കും എന്ന് പറയുന്നു. നമ്മുടെ പ്രിയതമൻ ബാബയാണല്ലോ. അടികൊള്ളുമ്പോഴും നമ്മൾ ശിവ് ബാബയെ ഓർമ്മിക്കുന്നു. ആ സന്തോഷത്തിൽ വളരെയധികം ഇരിക്കുന്നു. ഈ അളവറ്റ സന്തോഷത്തിൽ ഇരിക്കേണ്ടതാണ്. ബാബയിൽ നിന്നും നമ്മൾ സമ്പത്തെടുത്തുകൊണ്ടിരിക്കുന്നു. മറ്റുള്ളവരെയും നമ്മൾ തനിക്ക് സമാനമാക്കിക്കൊണ്ടിരിക്കുന്നു. ബാബയുടെ ബുദ്ധിയിൽ ഈ ഏണിപ്പടിയുടെ ചിത്രം വളരെയധികം ഉണ്ടായിരിക്കുന്നു. ഇതിന് വളരെയധികം മഹത്വം നൽകുന്നു. കുട്ടികൾ വിചാരസാഗരം മന്ഥനം ചെയ്ത് ഇങ്ങനെയുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ബാബയും അവർക്ക് കൃതജ്ഞത പറയുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ പറയും, ബാബ ആ കുട്ടിയെ ടച്ച് ചെയ്തു. ഏണിപ്പടി വളരെ നന്നായി ഉണ്ടാക്കിയിരിക്കുന്നു. 84 ജന്മങ്ങളെ അറിയുന്നതിലൂടെ മുഴുവൻ സൃഷ്ടിയുടെയും ആദ്യ മധ്യ അന്ത്യത്തെ അറിഞ്ഞു കഴിഞ്ഞു. ഇത് ഫസ്റ്റ് ക്ലാസ് ചിത്രമാണ്. ത്രിമൂർത്തിയുടെയും സൃഷ്ടി ചക്രത്തിൻ്റെയും ചിത്രത്തേക്കാൾ ഇതിൽ നോളജ് നന്നായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. എത്ര സഹജമാണ്. ബാബ വന്ന് ലിഫ്റ്റ് നൽകുന്നു. ശാന്തിയോടെ ബാബയിൽ നിന്നും സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു. ഏണിപ്പടിയുടെ ജ്ഞാനം വളരെ നല്ലതാണ്. മനസ്സിലാക്കിച്ചു കൊടുക്കണം. നിങ്ങൾ ഹിന്ദുവല്ല, നിങ്ങൾ ദേവീ ദേവതാ ധർമ്മത്തിലേതാണ്. നമ്മൾ 84 ജന്മങ്ങൾ എടുത്തിട്ടില്ല എന്ന് പറയുന്നുവെന്നിരിക്കട്ടെ. നമ്മൾ 84 ജന്മങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഓർമ്മിക്കൂ,
എങ്കിൽ നിങ്ങൾ വീണ്ടും ആദ്യ നമ്പറിലേക്ക് വരും. എല്ലാവരും 84 ജന്മങ്ങൾ എടുക്കുകയില്ലല്ലോ എന്ന ചോദ്യം തൻ്റെ കുലത്തിലുള്ളവർ ചോദിക്കില്ല. നമ്മൾ വൈകിയാണ് വന്നത് എന്ന് എന്തിന് നിങ്ങൾ മനസ്സിലാക്കുന്നു? ബാബ എല്ലാ കുട്ടികളോടും പറയുന്നു, നിങ്ങൾ ഭാരതവാസികൾ 84 ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും തൻ്റെ സമ്പത്ത് നേടൂ, സ്വർഗത്തിലേക്ക് പോകൂ. കുട്ടികളായ നിങ്ങൾ യോഗത്തിലിരിക്കുന്നു. ഏണിപ്പടിയെ ഓർമ്മിക്കൂ, എങ്കിൽ വളരെയധികം ആഹ്ലാദത്തിലിരിക്കും. നമ്മൾ 84 ജന്മങ്ങൾ പൂർത്തിയാക്കി ഇപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. എത്ര സന്തോഷമുണ്ടാകുന്നു! സർവീസ് ചെയ്യുന്നതിൻ്റെയും ഉത്സാഹമുണ്ടായിരിക്കണം. മനസ്സിലാക്കിച്ചു കൊടുക്കാനുള്ള രീതികളും വളരെയധികം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഏണിപ്പടിയെക്കുറിച്ച് മനസ്സിലാക്കിച്ചു കൊടുക്കൂ. എല്ലാ ചിത്രങ്ങളും വേണമല്ലോ, ത്രിമൂർത്തിയും ആവശ്യമാണ്. ബാബ പറയുകയും ചെയ്യുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ഭക്തരുടെ അടുക്കൽ പോകൂ, അവരെ ഈ ജ്ഞാനം കേൾപ്പിക്കൂ. അവരെ കിട്ടുന്നത് ക്ഷേത്രങ്ങളിലാണ്. ക്ഷേത്രങ്ങളിലും ഈ ഏണിപ്പടിയുടെ ചിത്രം ഉപയോഗിച്ച് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കും. മുഴുവൻ ദിവസവും ബുദ്ധിയിൽ ഇതുണ്ടായിരിക്കണം. നമ്മൾ ബാബയുടെ പരിചയം നൽകട്ടെ, ആരുടെയെങ്കിലും മംഗളം ചെയ്യട്ടെ. ദിനം പ്രതിദിനം ബുദ്ധിയുടെ പൂട്ട് തുറന്നു വരും. ആര് സമ്പത്ത് നേടേണ്ടതുണ്ടോ അവർ വരും. ദിനം പ്രതിദിനം പഠിച്ചുകൊണ്ടും ഇരിക്കും. പലരിലും ഗ്രഹപ്പിഴയിരിക്കുന്നു. അപ്പോൾ ബാബയ്ക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടി വരും. തൻ്റെ മേൽ ഗ്രഹപ്പിഴ ഉണ്ടെന്നും അതിനാൽ നമ്മളിലൂടെ സർവീസ് നടക്കാത്തതെന്നും അവർ മനസ്സിലാക്കുന്നില്ല. മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും കുട്ടികളായ നിങ്ങളുടെ മേലാണ്. തനിക്ക് സമാനം ബ്രാഹ്മണരെ തയ്യാറാക്കിക്കൊണ്ടിരിക്കൂ. സർവീസിലിരിക്കുന്നതിലൂടെ വളരെയധികം സന്തോഷമുണ്ടാകും. വളരെ പേരുടെ മംഗളമുണ്ടാകും. ബാബയ്ക്ക് ബോംബെയിൽ സർവീസ് ചെയ്യാൻ വളരെ രസം തോന്നുമായിരുന്നു. പുതിയവർ വളരെ പേർ വരുമായിരുന്നു. ബാബയ്ക്കാണെങ്കിൽ സേവനം ചെയ്യട്ടെ എന്ന് വളരെ ആഗ്രഹമുണ്ടാകുന്നു. കുട്ടികളും ഇങ്ങനെ ദയാഹൃദയരാകേണ്ടതാണ്. സർവീസിൽ മുഴുകേണ്ടതാണ്. മനസ്സിൽ ഇതുണ്ടായിരിക്കണം. ഏതുവരെ നമ്മൾ ആരെയും തനിക്ക് സമാനമാക്കിയില്ല അതുവരെയും ഭക്ഷണം കഴിക്കാൻ പാടില്ല. ആദ്യം പുണ്യം ചെയ്യട്ടെ, പാപാത്മാവിനെ പുണ്യ ആത്മാവാക്കട്ടെ, എന്നിട്ട് റൊട്ടി കഴിക്കാം. അതിനാൽ സർവീസിൽ യോജിച്ചിരിക്കണം. ആരുടെയെങ്കിലും ജീവിതം സഫലമാക്കട്ടെ, അപ്പോൾ റൊട്ടി കഴിക്കാം. തനിക്ക് സമാനം ബ്രാഹ്മണനാക്കുന്നതിൽ പ്രയത്നിക്കണം. കുട്ടികൾക്ക് വേണ്ടി മാഗസിൻ ഇറങ്ങുന്നു. എന്നാൽ BKs ഇത്രയും വായിക്കുന്നില്ല. നമ്മൾ വായിക്കേണ്ടതില്ല, ഇത് പുറത്തുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നു. ബാബ പറയുന്നു, ടീച്ചർ അല്ലാതെ പുറത്തുള്ളവർ ഒന്നും മനസ്സിലാക്കുന്നില്ല. ഇത് ബ്രഹ്മകുമാർ കുമാരിമാർക്ക് വേണ്ടിയുള്ളതാണ്. അതിനാൽ പഠിച്ച് റിഫ്രഷ് ആകും. എന്നാൽ അവർ വായിക്കുന്നില്ല. എല്ലാ സെൻറ്റേഴ്സിലുള്ളവരോടും ചോദിക്കുന്നു, മുഴുവൻ മാഗസീനും ആരാണ് വായിക്കുന്നത്? മാഗസീനിലൂടെ എന്താണ് മനസ്സിലാക്കുന്നത്? എത്രത്തോളം ശരിയാണ്? മാഗസീൻ ഇറക്കുന്നവർക്കും കൃതജ്ഞത നൽകണം. താങ്കൾ വളരെ നല്ല മാഗസീൻ എഴുതിയിരിക്കുന്നു. താങ്കൾക്ക് നന്ദി പറയുകയാണ്. പ്രയത്നിക്കണം, മാഗസീൻ വായിക്കണം. ഇത് കുട്ടികൾക്ക് റിഫ്രഷ് ആകാനുള്ളതാണ്. എന്നാൽ കുട്ടികൾ വായിക്കുന്നില്ല. ആരുടെ പേര് പ്രശസ്തമാണോ അവരെ എല്ലാവരും വിളിക്കുന്നു. ബാബ പ്രഭാഷണം നടത്തുവാനായി ഇന്നയാളെ നമ്മുടെ അടുത്തേക്ക് അയക്കൂ. ബാബ പിന്നെ മനസ്സിലാക്കും, സ്വയം പ്രഭാഷണം നടത്താൻ അറിയില്ല. അതിനാലാണ് ചോദിക്കുന്നത്. അപ്പോൾ സർവീസുകളായവർക്ക് എത്ര ആദരവ് നൽകേണ്ടതാണ്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. രാജപദവിയുടെ മെഡൽ നേടുന്നതിനായി സർവരുടെയും മനസ്സിനെ സന്തോഷിപ്പിക്കണം. വളരെയധികം ദയാഹൃദയരായി തൻ്റെയും സർവരുടെയും മംഗളം ചെയ്യണം. എല്ലുമുറിയെ സേവനം ചെയ്യണം.
ദേഹാഭിമാനത്തിൽ വന്ന് ഡിസർവീസ് ചെയ്യരുത്. സദാ പുണ്യത്തിൻ്റെ കാര്യം ചെയ്യണം. തനിക്ക് സമാനം ബ്രാഹ്മണൻ ആക്കുന്നതിൻ്റെ സേവനം ചെയ്യണം. സർവീസബിൾ ആയവരോട് ആദരവ് വയ്ക്കണം. വരദാനം: മനന ശക്തിയിലൂടെ വേസ്റ്റിൻ്റെ വെയ്റ്റിനെ സമാപ്തമാക്കുന്ന സദാ ശക്തിശാലിയായി ഭവിക്കട്ടെ. ആത്മാവിൽ വേസ്റ്റിൻ്റെ വെയ്റ്റാണ് ഉള്ളത്. വേസ്റ്റ് സങ്കല്പം, വേസ്റ്റ് വാക്കുകൾ, വേസ്റ്റ് കർമ്മം. ഇതിലൂടെ ആത്മാവ് ഭാരമുള്ളതായി മാറുന്നു. ഇപ്പോൾ ഈ വെയ്റ്റിനെ ഇല്ലാതാക്കൂ. ഈ വെയ്റ്റിനെ സമാപ്തമാക്കുന്നതിനായി സദാ സേവനത്തിൽ ബിസിയായിരിക്കൂ. മനനശക്തിയെ വർദ്ധിപ്പിക്കൂ. മനനശക്തിയിലൂടെ ആത്മാവ് ശക്തിശാലിയായി മാറും. ഏതുപോലെ ആഹാരം ദഹിക്കുമ്പോൾ രക്തം ഉണ്ടാകുന്നു, പിന്നെ അത് ശക്തിയുടെ കാര്യം ചെയ്യുന്നു. ഇതേപോലെ മനനം ചെയ്യുന്നതിലൂടെ ആത്മാവിൻ്റെ ശക്തി വർദ്ധിക്കുന്നു. സ്ലോഗൻ: ആരാണോ തൻ്റെ സ്വഭാവത്തെ സരളമാക്കി മാറ്റുന്നത്, അവരുടെ സമയം വ്യർത്ഥമായി പോകുന്നില്ല. അവ്യക്ത സൂചന: നിശ്ചയത്തിൻ്റെ ഫൗണ്ടേഷൻ ശക്തമാക്കി സദാ നിർഭയവും നിശ്ചിന്തവുമായിരിക്കൂ. ആര് നിശ്ചയബുദ്ധിയായിരിക്കുമോ അവർ നിശ്ചിന്തമായിരിക്കും. അവർക്ക് ഏതെങ്കിലും പ്രകാരത്തിലുള്ള ചിന്തനമോ ചിന്തയോ ഉണ്ടായിരിക്കില്ല. എന്ത് സംഭവിച്ചു? എന്തുകൊണ്ട് സംഭവിച്ചു? ഇങ്ങനെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഇത് വ്യർത്ഥ ചിന്തനമാണ്. നിശ്ചയബുദ്ധിയും നിശ്ചിന്തവുമായവർ ഒരിക്കലും വ്യർത്ഥ ചിന്തനം നടത്തുകയില്ല. സദാ സ്വചിന്തനത്തിൽ ഇരിക്കുന്നവർ സ്വസ്ഥിതിയിലൂടെ പരിതസ്ഥിതിയുടെ മേൽ വിജയം പ്രാപ്തമാക്കുന്നു. ഓം ശാന്തി. പുരിക മധ്യത്തിൽ തിളങ്ങുന്ന അതിസൂക്ഷ്മ ആത്മസ്വരൂപത്തിൽ മനസ്സിനെ ഞാൻ കേന്ദ്രീകരിക്കുന്നു. ശാന്ത സ്വരൂപ അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ശാന്തത എൻ്റെ നിജ ഗുണമായി ഞാൻ അനുഭവിക്കുന്നു. ശാന്തിയുടെ പ്രകാശ കിരണങ്ങൾ ആത്മസ്വരൂപത്തിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നു. ശാന്തിയുടെ ഈ വൈബ്രേഷൻസ് അന്തരീക്ഷത്തെ ശാന്തമാക്കുന്നു. എൻ്റെ അവ്യക്ത രൂപം ഞാൻ ധാരണ ചെയ്യുന്നു. പ്രകാശമയ ശരീരത്തിൽ ലൈറ്റ് സ്വരൂപമായി ഞാൻ സ്വയം അനുഭവിക്കുന്നു. ഞാൻ ഡബിൾ ലൈറ്റ് ഫരിഷ്തയാണ്. വ്യക്ത ലോകത്തു നിന്നും
വേറിട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഞാൻ സ്വതന്ത്രമാണ്. സർവഭാരരഹിതമാണ്. ഈ ഡബിൾ ലൈറ്റ് അവസ്ഥയിൽ അലൗകിക സന്തോഷത്തിൻ്റെ അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ ഡബിൾ ലൈറ്റ് സ്വരൂപത്തിൽ ഞാൻ അവ്യക്ത ലോകത്തിൽ എത്തിച്ചേരുന്നു. പ്രകാശമയമായ അവ്യക്ത ലോകത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അവ്യക്ത ബാപ് ദാദയുടെ വരദാനി ദൃഷ്ടി ആത്മാവിൽ അലൗകിക അനുഭവങ്ങൾ നിറയ്ക്കുന്നു. ഈ അവ്യക്ത കൂടിക്കാഴ്ച എന്നെ സന്തുഷ്ടമണി ആക്കുകയാണ്. എൻ്റെ നിരാകാരി സ്വരൂപം ധാരണ ചെയ്ത് ഞാൻ നിരാകാരി ദേശത്തിൽ എത്തിച്ചേരുന്നു. സർവത്ര സ്വർണ്ണ ചുവന്ന ദിവ്യപ്രകാശം നിറഞ്ഞ ഈ ബ്രഹ്മലോകത്തിൽ ശിവബാബയുടെ സമീപം ഞാൻ സ്ഥിതി ചെയ്യുന്നു. ശിവബാബയുടെ സ്നേഹസമ്പന്ന ഓർമ്മയിൽ ഞാൻ മഗ്നമാകുന്നു. ആത്മാവിൽ പവിത്രതയുടെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും പ്രകാശം നിറയുന്ന അനുഭവം എനിക്കുണ്ടാകുന്നു. ആത്മീയ സമ്പന്ന സ്ഥിതിയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ സമ്പന്ന അവസ്ഥയിൽ സർവ മംഗളകാരിയായ ശിവപിതാവുമായി സംയുക്തമായി പ്രഭു സ്നേഹത്തിൻ്റെയും പവിത്രതയുടെയും
ദിവ്യ പ്രകാശകിരണങ്ങൾ മുഴുവൻ വിശ്വത്തിലേക്കും ഞാൻ വ്യാപിപ്പിക്കുന്നു.